Hello. Hi. Yes, good evening. Welcome to 90 Plus India's first animated live tuition. Hello. ഓക്കെ, എന്തായി മക്കളെ? എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞോ? നോ. ഏതൊക്കെ എക്സാംസ് കഴിഞ്ഞു? ഭാനുമതി. ഇംഗ്ലീഷും ഫിസിക്സും കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടും? എന്താണ് കുഴപ്പം? കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഫുൾ മാർക്ക് വാങ്ങിക്കും. പിന്നെ ഓക്കെ ഓക്കെ. മാത്സ് എന്നാ? മൺഡേ. സമയമുണ്ട്. നാളെ ഉണ്ടോ? നാളെ എക്സാം ഉണ്ടോ? നാളെ മറ്റന്നാളൊക്കെ ഉണ്ടോ? ഇല്ല. ഓ, അപ്പൊ മാത്സ് പഠിക്കാൻ 4 days ഉണ്ട് അല്ലേ? ഓ ഹോ ഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഹോ ഹോ, ഓക്കെ. അത് നിങ്ങളെ എഫക്ട് ചെയ്തു അല്ലേ? പാലക്കാടാണോ ഭാനുമതി? വെരി ഗുഡ്. ഇനി ഐശ്വര്യ. യെസ്, ഗുഡ് ഈവനിങ്. ഐശ്വര്യക്ക് എന്ത് പറ്റി? ഇതെന്താ? കൊള്ളമാണോ ഉദ്ദേശിച്ചത്? ഓഹോ, സോറി. എന്റെ മാത്സ് എക്സാം കൊള്ളാം ആയിരുന്നു. കൊള്ളാമായിരുന്നു മീൻസ് കൊള്ളാമായിരുന്നു എന്ന് പറയുമോ നമ്മള്? ഇല്ലല്ലോ. കൊള്ളാം അല്ല, അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ അത് റീഡ് ചെയ്ത് കൊള്ളാമായിരുന്നു, കൊള്ളായിരുന്നു എന്ന് പറയൂല്ലോ നമ്മള്. ഞാൻ എങ്ങനെ റീഡ് ചെയ്ത്? ഓക്കെ. സോ എക്സാം ഫുൾ മാർക്ക് വാങ്ങോ? ഓക്കെ. ആ. ഓഹോ. ഓക്കെ. ഓക്കെ ഓക്കെ. ഈശ്വരി എവിടെ? സ്ഥലം എവിടെ? നാട് എവിടെ? ഓക്കെ ഓക്കെ. എനിക്ക് മാത്സ് എക്സാം സിമ്പിൾ ആയിരുന്നു, ഈസി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ നോട്ട്സ് ഹെൽപ്ഫുൾ ആയില്ലേ? 4 ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഹൗ വിൽ യു റേറ്റ് ഐശ്വര്യ? അതിനെങ്ങനെ റേറ്റ് ചെയ്യും? മാത്രമായിരുന്നു. സോ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഗുഡ്. താങ്ക്. ആൻഡ് ഇനി എക്സാം കഴിഞ്ഞവര്, യെസ്, ദേവപ്രിയ. എക്സാം ഉള്ളവരൊക്കെ ഒന്ന് അവരുടെ ടിപ്സ് ഒക്കെ നമുക്ക് കേൾക്കാം. യെസ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു? തേർഡ് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ തന്നെ വന്ന്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ. ആൻഡ് ഈസി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എക്സാം കുറച്ച് പേര് കൂടി ഉണ്ട്. നിങ്ങൾ അന്ന് ഡേറ്റ് തന്ന 25 27 28 അതേപോലെ 23 ഒക്കെ ഞാൻ കണ്ടിരുന്നു ആരുടെയൊക്കെയോ. അപ്പോൾ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി 4 പ്രോബ്ലം കൂടെ ഉള്ളൂ, 4 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. ഞാനത് എടുക്കാം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യാം? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ, 6 ചാപ്റ്റർ ആയിരിക്കും ഞാൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്ന് എക്സാം ആയതുകൊണ്ടാണോ? ആരുമില്ല. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. Wait. Okay, the next question is, show that tan x into tan 2x into tan 3x is equal to tan 3x minus tan 2x minus tan x. Okay,
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അവിടെ ചെയ്യേണ്ടത്? നമുക്ക് ഒരു സൈഡ് അല്ലെങ്കിൽ മറ്റേ സൈഡ് എടുത്ത് മറ്റേ സൈഡ് കാണിക്കുക. അങ്ങനെയായിരുന്നു നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമുക്കറിയാം നോർമലായിട്ട് എക്സ് 3x എന്ന് പറഞ്ഞാൽ എന്താ? 2x പ്ലസ് എക്സ് നമുക്ക് എഴുതാലോ സിമ്പിൾ ആയിട്ട്. എന്താണ് സിമ്പിൾ ആയിട്ട് 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 2x പ്ലസ് എക്സ്, 2x പ്ലസ് എക്സ് അല്ലെങ്കിൽ x പ്ലസ് 2x എന്നൊക്കെ എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ tan 3x എന്ന് പറയുന്ന ആൾക്ക് പകരം ഒരു ഇക്വേഷനിൽ tan 3x എന്ന് പറയുന്ന ആൾക്ക് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? tan x പ്ലസ് 2x എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, tan 3x എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? tan x പ്ലസ് 2x ഈക്വൽ ആണ്. ഓക്കെ, tan 3xന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ tan 3xന്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ എന്താ tan 3x is equal to അല്ലെങ്കിൽ ഞാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്? tan x പ്ലസ് 1 അത് എഴുതി വെച്ചേക്കാം. tan x plus y is equal to tan x plus tan y by 1 minus tan x tan y ആണല്ലോ. ഓക്കെ, tan x plus y ഇക്വേഷൻ എന്താ? tan x plus tan y ഡിവൈഡഡ് ബൈ 1 minus tan x tan y ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം tan x plus 2x ഈ tan x plus y ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? tan x plus tan y by 1 minus tan x tan y. ഇവിടെ x എന്ന് പറഞ്ഞാൽ x തന്നെയാണ്, y എന്ന് പറഞ്ഞാൽ 2x ആണ്. ഞാൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ നോക്കാം, ഞാൻ ഇനിയിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? tan 3x or is tan x plus 2x. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇയാളെ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ tan 3x ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് tan x tan 2x is equal to tan x plus tan 2x. നോക്കാം, ഞാൻ ജസ്റ്റ് ഈക്വൽ ടു ആണ് സെൻറ്ററിൽ. സോ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? tan 3x ഇൻറ്റു 1 മൈനസ് tan x tan 2x വിച്ച് ഈസ് ഈക്വൽ ടു tan x പ്ലസ് tan 2x എന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്യാം? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. tan 3x ഇൻറ്റു 1 ഈസ് tan 3x മൈനസ് tan 3x ഇൻറ്റു tan x ഇൻറ്റു tan 2x എന്ത് വന്നു? tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x and which is equal to ഇവിടെ ഉള്ള ആൾ അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, ഇതാ ഈ ഒരു ടേമിനെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അറ്റ് ദി സെയിം ടൈം ഈ എൻ്റയർ ടേമിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ എൻ്റയർ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലേ? സോ ഇവരെല്ലാവരും അപ്പുറത്തോട്ട് പോയാൽ എന്തായും? tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x is equal to നോക്കാം, ഈ മൈനസ് ഓഫ് ഈ സാധനത്തിന് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ പ്ലസ് ആയിട്ട് മാറി. ഇനി അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് വരാണ്. അപ്പം എന്താ അത്? tan 3x പ്ലസ് tan x ലെഫ്റ്റിലോട്ട് വന്നപ്പോൾ മൈനസ് tan x ആയിട്ട് മാറി. ആൻഡ് അഗെയിൻ പ്ലസ് tan 2x ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് tan 2x ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ കിട്ടി. ഇവിടെ എന്താ ചെയ്തേ?
ടാൻ 3x എന്ന് പറഞ്ഞാൽ x പ്ലസ് 2x ആണ്. സോ ഞാൻ ടാൻ 3x എന്ന് പറയുന്ന ആളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടാൻ x പ്ലസ് 2x എന്ന് എഴുതിയിട്ട് ടാൻ x പ്ലസ് വൈയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എന്താ ടാൻ x പ്ലസ് ടാൻ ബൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ x ടാൻ ബൈ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സോ എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഈക്വൽ ടു ആണ് സെൻറ്ററിൽ. അപ്പം ഞാൻ ജസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് ടാൻ 3x ഇൻറ്റു then 1 minus tan x tan 2x which is equal to tan x plus tan 2x എന്ന് കിട്ടി അല്ലേ. ഇനി എന്താ tan 3x നെ അവിടെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇയാൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, tan 3x മൈനസ് tan x ഇൻറ്റു tan 2x ഇൻറ്റു tan 3x is equal to tan x plus tan 2x എന്ന് കിട്ടി. ഈ സ്റ്റെപ്പ് then എന്ത് ചെയ്തു, നമുക്ക് ഈക്വൽ ടു ഇക്വേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പോലെ ആക്കണം. ഷോ ദാറ്റ് ആണ്. അപ്പം അതേപോലെ ആക്കി എടുക്കണം. അതുപോലെ ആക്കി എടുക്കാൻ എന്താ, ഈ ലെഫ്റ്റ് കിടക്കുന്ന മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ 3x എന്ന് പറയുന്ന ആളെ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് പ്ലസ് ആ ഒരു സാധനമായിട്ട് മാറി. ആൻഡ് ടാൻ 3x ഓൾറെഡി ലെഫ്റ്റിൽ കിടക്കുന്നുണ്ട്, ഇയാളവിടെ തന്നെ നിൽക്കട്ടെ. റൈറ്റിലുള്ള ടാൻ എക്സും ടാൻ 2x രണ്ടുപേരെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും ഒരേപോലെ ആയിട്ട് നമ്മൾ ഷോ ദാറ്റ് ആണല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കാണിച്ചു കൊടുക്കും. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോവാം. എന്താ, പ്രൂവ് ദാറ്റ് tan pi plus x into cos pi plus x into cos of minus x divided by sin pi minus x into cos pi by 2 plus x is equal to cot square x ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഈ ഓരോ ആൾക്കാരെടുത്ത് എഴുതിയാൽ മതി. ഏതാ ഈ ഓരോ ആൾക്കാർ ആരാ? കോസ് പൈ പ്ലസ് എക്സ് എന്താണ്, കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്, സൈൻ പൈ മൈനസ് എക്സ് എന്താണ്, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്താണ്, അറിയാലോ. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ആ ടേബിള് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക. കോസ് എക്സ് പ്ലസ് വൈ യൂസ് ചെയ്താൽ നമുക്ക് കോസ് 180 പ്ലസ് എക്സ് കിട്ടും. അങ്ങനത്തെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് എഴുതാം. കോസ് പൈ പ്ലസ് എക്സ് എന്താ, കോസ് 180 പ്ലസ് എക്സ് എന്താ, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേബിളിലോട്ട് പോവാം. എന്താ, മൈനസ് കോസ് എക്സ് ആണ് അല്ലേ. മൈനസ് കോസ് പൈ പ്ലസ് എക്സ് നോക്കി, കോസ് പൈ പ്ലസ് എക്സ് എന്ത് വരും, കോസ് പൈ പ്ലസ് എക്സ് എന്ത് വന്നു, മൈനസ് കോസ് എക്സ് വന്നു. മൈനസ് കോസ് എക്സ് വന്നു. സോ മൈനസ് കോസ് എക്സ് ഇൻറ്റു, ഇനി കോസ് ഓഫ് മൈനസ് എക്സ് എന്താ, കോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ് അല്ലേ. കോസ് എക്സ് ആണ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ സൈൻ പൈ മൈനസ് എക്സ് എന്താ, സൈൻ 180 മൈനസ് എക്സ് എന്താ, സൈൻ 180 മൈനസ് എക്സ് എന്താ, സൈൻ 180 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. നോക്കാം, സൈൻ എക്സ്. ഇനി കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്താ, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് വിച്ച് ഈസ് മൈനസ് സൈൻ എക്സ് അല്ലേ. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് നോക്കാം, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് എഴുതുന്നു. മുകളിൽ എന്ത് വന്നു, മൈനസ് കോസ് സ്ക്വയർ എക്സ്, താഴെ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. നെഗറ്റീവ് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കിട്ടും, വിച്ച് ഈസ് കോസ് ബൈ സൈൻ എന്താ, കോട്ട്. സോ കോട്ട് സ്ക്വയർ എക്സ്. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ സാറ് ചാപ്റ്റർ കൂടെ കവർ ചെയ്യും. ഓക്കെ ഞാൻ ഇന്ന് 9 ആകുമ്പോൾ നിർത്താം കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ. ആൻഡ് നാളെ എക്സാം ഇല്ലേ എല്ലാവർക്കും? ഏതെങ്കിലുമൊക്കെ എക്സാം ഇല്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ
നിങ്ങളുടെ അഭ്യർത്ഥന വെച്ച് ഞാൻ ഇന്ന് 9 മണിക്ക് ക്ലാസ് നിർത്താം, പേടിക്കണം. പരീക്ഷ ആയതുകൊണ്ട് മാത്രം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനോട്ട് പോവാണെങ്കിൽ ഇതാ, പ്രൂവ് ദാറ്റ് cos 4x is equal to 1 minus 8 sin square x into cos square x. കഴിഞ്ഞോ? അപ്പൊ നോക്കാം, ഇത് പെട്ടെന്ന് നോക്കിയാൽ അങ്ങനെ കിട്ടൂല, നമുക്ക് നോക്കാം. cos 4x, ഓക്കെ, cos 4x എന്ന് പറയുന്ന ആളെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാം. ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്, ഞാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ഇവിടെ cos 4x എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്, cos 2 into 2x, അതായത് cos 2 into 2x. നമുക്കറിയാം cos 2 തീറ്റ അല്ലെങ്കിൽ cos 2xന്റെ ഇക്വേഷൻ ആണ് എന്ത്? 1 minus 2 sin square x ആണല്ലോ. cos 2x equal to 1 minus 2 sin square x എന്ന് പറയുന്ന ഇക്വേഷൻ ആണിത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ എക്സിന് പകരം വല്ല എന്തോന്നു 3 തീറ്റ എന്ന് വിചാരിക്കും. 3 തീറ്റ എന്തെങ്കിലും എക്സിന് പകരം ഇവിടെ എന്താ, ഇവിടെ യൂസ് ചെയ്യുന്ന ആളെന്താ, അത് തന്നെയായിരിക്കും ഇവിടുത്തെ എക്സ്. ഓക്കെ, ഇവിടെ എക്സിന് പകരം യൂസ് ചെയ്യുന്ന ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ എന്ത് വന്നു, 2x വരും. അവിടെ 10x ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 10x വരും. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ cos 2x എന്ന് പറയുന്ന ആളെ എങ്ങനെ എഴുതാം, ഇതിന് ഇക്വാലന്റ് ആയിട്ട് എങ്ങനെ എഴുതാം, 1 minus 2 sin square എക്സിന് പകരം എന്ത് ചെയ്യുന്നു, 2x എഴുതുന്നു. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ cos 2xന്റെ ഇക്വേഷൻ നമുക്കറിയാം 1 minus 2 sin square x ആണ്. ഇനി ഈ cos 2x 2 into x എന്ന് പറയുന്ന ആൾ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ 1 minus 2 sin squareന്റെ x. ഇവിടെ തീറ്റ ബൈ 2 ആണെങ്കിൽ ഇവിടെ തീറ്റ ബൈ 2 ആയിരിക്കും. അങ്ങനെ എന്താണോ അതന്നെ. സോ നമുക്ക് ഇവിടെ വേണ്ട ആൾ എന്താ, 2x ആണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2x ആണ്. സോ അവിടെയും എന്ത് വന്നു, 2x വന്നു. ഇനി നോക്കാം, sin square 2x. നമുക്ക് ഒരു കാര്യം അറിയാം, sin 2x all square ആണെങ്കിൽ sin square 2x. അങ്ങനെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാണെങ്കിൽ sin square x എന്ന് പറഞ്ഞാൽ എന്താ, sin x into sin x ആണല്ലോ, which is sin x all square. ഈ ലോജിക് ക്ലിയർ ആയോ? sin square x എന്ന് പറഞ്ഞാൽ sin x into sin x ആണ്, which can be also written എന്താ, sin x all square എന്ന് കൂടെ എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഈ sin square 2x നമുക്ക് നോക്കാം, sin square 2x എന്ന് പറയുന്ന ആള് അതെന്താ, sin 2xന്റെ സ്ക്വയർ ചെയ്താ പോരെ, sin 2 തീറ്റ എന്താ, 2 sin തീറ്റ cos തീറ്റ ആണ്, 2 sin x cos x ആണ്. sin 2x equal to 2 sin x cos x ആണ്. ആ ആളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, കണ്ടോ? സോ 1 മൈനസ് 2 ഇൻറ്റു ഈ ആളെ ചെയ്തപ്പോൾ നമുക്ക് എന്ത്, 2 sin തീറ്റ cos തീറ്റ അല്ലെങ്കിൽ 2 sin x cos x ഒന്ന് സ്ക്വയർ ചെയ്താൽ എന്തായി, 4 sin square x cos square x എന്നാണ്. again 2 അവിടെ ഉണ്ട്. സോ 1 minus 2 into 4 is 8 sin square x into cos square x. ക്ലിയർ ആയോ? സാറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ ഇരുന്നുകൊണ്ട് ടീച്ചേഴ്സ് മാഷിന് എതിരാണ് നേരത്തെ. ഇന്ന് എക്സാം ഉള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ആണല്ലോ ഇപ്പോ, അതുകൊണ്ടാണ്. മാത്സ് മാത്രം പഠിച്ചാൽ മതി ഞാൻ പറയില്ല ഒരിക്കലും. എല്ലാം പഠിച്ചാലാണല്ലോ 1200 റൗണ്ട് ചെയ്ത് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞില്ലേ, ക്ലിയർ ആണോ, ഓക്കെ ആണോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ?
ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഒരു തവണ ചെയ്യുന്നത് മാത്രം കാര്യമില്ല. ഓക്കെ, നിങ്ങളും എന്ത് വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ ചാപ്റ്റർ ആർക്കൊക്കെ എടുത്തിട്ടുണ്ട് സ്കൂളിൽ? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആർക്കൊക്കെ എക്സാം ഉണ്ടെന്നു ചോദിച്ചപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു. ഓഹോ, മതിടാ, മതി. ഓക്കെ, ഇത് ആർക്കും എടുത്തിട്ടില്ല സ്കൂളിൽ? ഒന്ന് പ്രതികരിക്കൂ. എടുത്തു, യെസ്. ഓക്കെ, ഇല്ല, പേടിക്കണ്ട, എന്തായാലും എടുക്കൂ കേട്ടോ. ഓക്കെ, സോ ചാപ്റ്റർ 6 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. വളരെ കുറച്ചെടുത്തു. ഓക്കെ, ഐ മീൻ ഇത് ഞാൻ എൻ്റെ കേസ്, ഞാൻ പണ്ട് ഈ ചാപ്റ്റർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പണ്ട് ഞാൻ പഠിച്ച സമയത്ത് +2 ടൈമിൽ എനിക്ക് +1 ടൈമിൽ എനിക്ക് അങ്ങനെ അധികം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമ്മളൊരു കാര്യം നമുക്ക് എന്ത് ചോദിച്ചാലും അറിയുന്ന രീതിയിലല്ല എനിക്കായിരുന്നു അന്ന്. എന്തൊക്കെയോ ഡൗട്ട്, എന്തൊക്കെയോ പഠിച്ചു, അങ്ങനത്തെ ചാപ്റ്റർ ആയിരുന്നു. ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഓക്കെ, ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിരുന്നില്ല. അന്ന് കാണാതെ പഠിക്കുകയായിരുന്നു ഈ ഒരു ചാപ്റ്റർ. ഞാൻ പൊതുവെ കാണാതെ പഠിക്കുന്ന ആളാണ്. കാണാൻ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ കാണാതെ പഠിക്കാറില്ല. എനിക്ക് ഇത് അങ്ങനെ ആ ഒരു എന്തൊക്കെയോ നോക്കി എന്തൊക്കെയോ എഴുതി അങ്ങനെ പഠിച്ചിരുന്നതാണ്. പക്ഷെ എൻ്റെ ലോജിക്ക് മനസ്സിലായപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസിയാണ്. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ ഇതിൽ ജസ്റ്റ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്ത് തന്നാലും എഴുതാൻ പറ്റും. 2 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ സ്കൂളിൽ. ഓക്കെ, ഇനി നിനക്ക് ഈ ഡിസംബർ അല്ല, നവംബർ ആകുമ്പോൾ ഒരു 12 ചാപ്റ്റർ എടുത്ത് തീർക്കണം. അപ്പൊ നിന്റെ സ്കൂൾ എന്ത് ചെയ്യും? 12 ചാപ്റ്റർ മറച്ചാൽ തന്നെ നവംബർ ആവും. സോ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ വളരെ ഈസിയാണ്, കുറച്ച് ലോജിക്കുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, തലയൊക്കെ റെഡിയാക്കി വെക്കുക. 6 ചാപ്റ്റർ ബേസിക് എടുത്തു. ഓക്കെ, ഇതൊന്നുമില്ല, നമുക്കൊരു ഇതിലോട്ട് പോവാം. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം പെർമ്യൂട്ടേഷനിലോട്ടല്ല ആദ്യം കയറി ചെല്ലുന്നത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഇതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാനിത് എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ ഒരു ഇതിലോട്ട് പോവാം. Event can occur in m different ways, following which another event can occur in n different ways. Then the total number of occurrence of the events in the given order is m into n. ഒരു കാര്യം സംഭവിക്കാൻ ഇത്രയും ചാൻസ് ആണ്, ഈ ഒരു കാര്യം സംഭവിക്കാൻ ഇത്രയും ചാൻസ് ആണ്. രണ്ടുപേരും ദെൻ എന്താണ് ടോട്ടൽ സംഭവിക്കാൻ m into n. ആ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവിടെ നിൽക്കട്ടെ, നമുക്കൊരു എക്സാമ്പിൾ ത്രൂ പോവാം. Find the number of 4-letter words without meaning which can be formed out of the letters of the word rose. ROS എന്ന് പറയുന്ന നോർമൽ റോസ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ആ ഒരു വേർഡ് വെച്ചിട്ട് എത്ര 4-letter വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാം? ഈ പറയുന്ന ROS എന്ന് പറയുന്ന 4 ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡുകൾ എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും? ഈ 4 ലെറ്റേഴ്സ് വെച്ചിട്ട് എത്ര വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെന്തുകൂടെ അവർ പറയുന്നുണ്ട്, വെയർ ദ റെപ്പറ്റീഷൻ ഓഫ് ദി ലെറ്റർ ഈസ് നോട്ട് അലൗഡ്. അതായത് നിങ്ങൾ 6 ഒരു തവണ ഉപയോഗിച്ചു, ഈ ഉപയോഗിച്ച ആളെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. 6 അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസ് ആരാ? O ഉണ്ട്, S ഉണ്ട്, E ഉണ്ട്. പിന്നെ നിങ്ങൾ വീണ്ടും O ഉപയോഗിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരുണ്ട്? S ഉണ്ട്, E ഉണ്ട്. അങ്ങനെ എത്ര ഈ പറയുന്ന 4 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 4 ലെറ്റർ തന്നെയാണ് ആ വേർഡിലും പാടുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെന്താ, ആൽബിൻ എന്ന പേരെടുക്കുകയാണ്. ആൽബിൻ, ഈ ആൽബിൻ എന്ന് പറയുന്ന 1 2 3 4 5 ലെറ്റേഴ്സ് ആണല്ലോ ഇവിടെ ഉള്ളത്. ഈ 5 ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട് എത്ര വേർഡുകൾ? ഇപ്പൊ ഞാൻ എങ്ങനെയൊക്കെ എഴുതി, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എത്ര ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന
റോസ് ROSC എന്ന് പറയുന്ന 4 ലെറ്റേഴ്സ് ആണ്. സോ ഇത് വെച്ചിട്ട് എത്ര പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മളിങ്ങനെ എഴുതി നോക്കുന്നത് പോസിബിൾ അല്ല. ചോറെന്നാണ് ഉദ്ദേശിച്ചത് ഇല്ലല്ലേ? ഓക്കെ, 5 into 5 5 into 5. ഓക്കെ, അതെന്തുകൊണ്ടാണ് മുഹമ്മദ് നിഹാൽ 5 into 5 എന്ന് പറഞ്ഞത്? ഇതല്ല കേട്ടോ, ആൽബിൻ അല്ല ഇവിടെ യൂസ് ചെയ്യണ്ടേ. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി എഴുതി വെച്ചാണ്. റോസ് ROSC എന്ന് പറയുന്ന 4 ലെറ്റേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. ഹലോ, പറഞ്ഞോ. ROSC എന്ന് പറയുന്ന ഇയാളെ വെച്ചിട്ട് എങ്ങനെയാണ് 5 into 5 കിട്ടിയത്? യെസ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ആള് ദേവപ്രിയക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? എക്സ്പ്ലെയിൻ കരോ. ഉണ്ട്. സ്കൂളിൽ ചാപ്റ്റർ എടുത്തു അല്ലേ? മനസ്സിലായി. ഓക്കെ, സോ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. 4 into 3 12 ആയിരിക്കും. ചോദ്യം ചോദിക്കാറുണ്ട്. നോക്കാം. 1 2 3 4. ഇവിടെ എനിക്ക് 4 എൻ്റെ കയ്യിലുള്ള ആൾക്കാർ ROSC 4 പേരാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലേ? സോ ഈ ROSC എന്ന് പറയുന്ന 4 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് 4 ലെറ്റർ വരുന്ന ഒരു വേർഡുകൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സോ ഞാൻ ആദ്യം എന്താണ് എസ് ഉപയോഗിച്ചു. ഓക്കെ, ആദ്യം ഞാൻ എസ് ഉപയോഗിച്ചു. സോ എനിക്ക് ഈ പൊസിഷനിൽ താഴെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഞാൻ താഴെ എഴുതാൻ പോകുന്നത്. അതായത് താഴെ ഈ എസ്, ഇപ്പൊ ഞാൻ എസ് ഉപയോഗിക്കുന്നു. വേറെ ദീപു വന്നിട്ട് അവൻ പറയണ R ഉപയോഗിക്കാം, ഐശ്വര്യ പറയണ O ഉപയോഗിക്കാം, കാർത്തിക് പറയാണ് എനിക്ക് E ഉപയോഗിക്കാം. അങ്ങനെ 4 പേരെ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ആരെ വേണമെങ്കിലും എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആണ്. എനിക്ക് 4 പേരെ ഇവിടെ ഉപയോഗിക്കാം. ഇനി ഞാൻ എസ് ഉപയോഗിച്ചു കഴിഞ്ഞു. ബാക്കി എനിക്ക് ഇവിടെ നെക്സ്റ്റ് സ്ഥലത്ത് എത്ര പേര് ഉപയോഗിക്കാൻ പറ്റും? റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. മീൻസ് ഒരു തവണ എടുത്ത ആളെ പിന്നീട് എടുക്കാൻ പാടില്ല. അപ്പൊ എസിന്റെ ചാൻസ് അവിടെ കഴിഞ്ഞു. ബാക്കി എൻ്റെ കയ്യിൽ ROE എന്ന് പറയുന്ന 3 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ? 3 പേരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ഞാൻ 6 ഉപയോഗിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ 2 പേരെ ഉപയോഗിക്കാനുള്ളൂ, Oയും Eയും. അപ്പൊ താഴെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്താ? 2 ആണ്. ഞാനിവിടെ O ഉപയോഗിച്ചു. ഇനി ലാസ്റ്റ് എന്താ? E ഉപയോഗിച്ചു. ഒരാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടേ. ഒരു കേസിൽ M ഡിഫറെന്റ് വേസ് ഉണ്ട്, അടുത്തതിൽ N ഡിഫറെന്റ് വേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എന്താ? M into N വേസ് ഉണ്ടാവും. സോ ഇവിടെ താഴെ എന്താ? ഈ എല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ലെറ്ററുകളുടെ എണ്ണവും അവിടെ കിട്ടുന്ന വേർഡ്സിന്റെ എണ്ണവും. ഓക്കെ, സോ 4 into 3 into 2 into 1 എന്താ? 12 into 2 24 വേർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. റെപ്പിറ്റീഷൻ നോട്ട് അലൗഡ് ആണ്, അതായത് ഒരു തവണ ഉപയോഗിച്ച ആൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ് 24 വരുന്നത് അല്ലേ? അപ്പൊ മുകളിൽ SOR ഇയാളുടെ കേസ് കേട്ടോ, ഞാൻ എൻ്റെ എക്സാമ്പിൾ ത്രൂ എഴുതിയാണ്. അപ്പൊ എനിക്ക് 4 ലെറ്ററുകൾ യൂസ് ചെയ്തിട്ട് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഈ പറയുന്ന 24 വേർഡുകളായിരിക്കും വരുന്നത്. ഇത് ക്ലിയർ ആയോ? ഈ ഒരു ലോജിക്ക് ക്ലിയർ ആയോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, റെപ്പിറ്റീഷൻ നോട്ട് അലൗഡ് ആവുമ്പോഴാണ് എന്ത് ഇങ്ങനെ ചെയ്യേണ്ടത്. ഉപയോഗിച്ച ആളെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു തവണ കേസ്, അങ്ങനെ ഓരോ കേസുകൾ കുറച്ച് അവസാനം 1 വരുന്ന രീതിയിൽ വരെ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇഫ് ദ റെപ്പിറ്റീഷൻ ഓഫ് ദി ലെറ്റർ ഈസ് അലൗഡ്, അതായത് നിങ്ങളിപ്പോൾ 6 ഉപയോഗിച്ചു, നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ 6 ഉപയോഗിക്കാം.
വീണ്ടും വേണമെങ്കിൽ ആർ ഉപയോഗിക്കാം. എത്ര തവണ വേണമെങ്കിലും 4 തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4 തവണയും വേണമെങ്കിൽ ആർ ഉപയോഗിക്കാം. സോ അത്തരം കേസിലുണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിൽ നമുക്ക് എത്ര വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാം, ഫോം ചെയ്യാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ അപ്പോൾ നെക്സ്റ്റ് കേസിൽ എന്താ വരുന്നത്? ഞാൻ ആദ്യം എനിക്ക് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം ആണല്ലോ. ആര് 4 പേര്, ആറോ ഓയോ എസോ ഈ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ഫസ്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. ഇനി നെക്സ്റ്റ് കേസിലോ? നെക്സ്റ്റ് കേസിൽ എനിക്ക് എത്ര പേര് ഉപയോഗിക്കാൻ പറ്റും? എഗെയിൻ 4 പേര് അല്ലെ? എന്തുകൊണ്ടാ? റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. ഓക്കെ, ഞാൻ ഉപയോഗിച്ച ആളെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. 4 ആൻഡ് എഗെയിൻ അടുത്ത കേസിൽ എന്താ? എനിക്ക് ഉപയോഗിച്ച ആളെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ വേണമെങ്കിൽ റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. സോ 4 എഗെയിൻ 4. അപ്പൊ റെപ്പിറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ടോട്ടൽ എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് ഉണ്ടോ ആ ലെറ്റേഴ്സ് എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ എന്ത് വന്നു? 4 എത്രയാ? 4 into 4 into 4. correct. 256 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഈ ലോജിക്ക് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് പെർമ്യൂട്ടേഷനിലെ പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ഫണ്ടമെന്റൽ കൗണ്ടിങ് ഓഫ് മാത്തമാറ്റിക്സ് ഇതാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സെൽവകുമാർ, കെൻസ, ചിന്മയ, ഷാഫിദ്, ബിബിൻ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5, assuming that the repetition of the digit is allowed? The second one, the repetition of the digit is not allowed. How many 3-digit numbers can be formed കഴിഞ്ഞോ? അപ്പൊ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ എങ്ങനെയായിരിക്കും? കഴിഞ്ഞോ? ആര് പറയും? കാർത്തികേയൻ. യെസ്, ഹലോ. മോൻ പറഞ്ഞേ, എങ്ങനെയാ അത് ചെയ്യുന്നത്? ഒരു മിനിറ്റ്.
സോ ഹൗ മെനി 3 ഡിജിറ്റ്, നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ 1 2 3 4 ആൻഡ് 5 2 4 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 5 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 5 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു 3 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് കേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാ? 5. റെപ്പിറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ്സ് അലൗഡ് ആണെങ്കിൽ അല്ലെ. എഗെയിൻ നെക്സ്റ്റ് കേസിലോ 5 അഗെയിൻ, ദെൻ 5 അല്ലേ. സോ 5 ക്യൂബ്, 5 into 5 into 5 നമ്പേഴ്സ് അല്ലെങ്കിൽ അത്തരം നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. എത്രയാണ് ഫൈനൽ ആൻസർ? എത്രയാ? 125 അല്ലേ. ഇനി റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്, റെപ്പിറ്റേഷൻ അലൗഡ് അല്ല, ആ ഒരു കേസിൽ എന്തായിരിക്കും? ഫസ്റ്റ് 5 യൂസ് ചെയ്യാൻ പറ്റും, ദെൻ 4, ദെൻ 3, 3 പേര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ 4 into then 3 into 5 is equal to എത്രയാ? 60. അല്ല ഇതല്ലേ കിട്ടിയ എല്ലാവർക്കും? വേറെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന ആരെങ്കിലും ഉണ്ടോ? ഷാഹിദ് കിട്ടിയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആൻസർ നീ പറയണം. വൺസ് മോർ, അതായത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോം 1 2 3 4 5 എന്ന് പറയുന്ന 5 ഡിജിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 5 ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു 3 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം അതുപോലത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റെപ്പിറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ് ഈസ് അലൗഡ്, റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. ഞാൻ ഈ പറയുന്ന 5 പേരെയും എനിക്ക് ആദ്യം ഉപയോഗിക്കാം. 3 ഡിജിറ്റ് നമ്പറിലെ ആദ്യം എനിക്ക് എന്താ 5 പേരെ ഉപയോഗിക്കാം. റെപ്പിറ്റേഷൻ അലൗഡ് ആണ്. അതായത് ഒരു 4 എന്ന് പറയുന്ന ഡിജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും എനിക്ക് 4 യൂസ് ചെയ്യാം, പിന്നെയും 4 യൂസ് ചെയ്യാം. അതേപോലെ ആരെടുത്താലും 1 2 3 4 5 ആരെടുത്താലും എനിക്ക് എന്താ ഉപയോഗിച്ച ആൾ വീണ്ടും ഉപയോഗിക്കാമല്ലോ. സോ 3 കേസിലും 5 5 5, 3 പേരെ 5 into 5 into 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി സെക്കൻഡ്, റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്, റെപ്പിറ്റേഷൻ അലൗഡ് അല്ല. അതായത് ആദ്യം എനിക്ക് 3 ഡിജിറ്റ് നമ്പറിന്റെ ഫസ്റ്റ് കേസ് എനിക്ക് എന്താ 5 പേരെയും ആരിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അവിടെ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നീട് അയാൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താ നെക്സ്റ്റ് കേസിൽ 5 പേര്, ഒരാൾ കുറഞ്ഞു 4 പേര്, വീണ്ടും ഒരാൾ കുറഞ്ഞു 3 പേര്. അപ്പൊ 5 into 4 into 3 3 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് ഉണ്ടാക്കണ്ടേ, 5 ഡിജിറ്റ് അല്ല അല്ലെ. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണ്ടേ. സോ 5 into 4 into 3 is equal to 60. സോ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആവുന്ന കേസിൽ 60 നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? Okay, so next one ചെയ്തോ. How many 3-digit even numbers can be formed from these digits 1 2 3 4 5 6 if the digits can be repeated? Digits യൂസ് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റെപ്പിറ്റേഷൻ ക്യാൻ ബി, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, റിപ്പീറ്റ് ചെയ്യാം.
കഴിഞ്ഞോ? സോ എത്ര ആൻസർ കിട്ടിയേ പറഞ്ഞേ? എത്ര ആൻസർ വന്നത്? പല പല ആൻസേഴ്സ് ഉണ്ടല്ലോ. ആരെ വിളിക്കും? ആരെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്തില്ല, ഞാൻ ആളെ വിളിക്കാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആരെ വിളിക്കണം. ദേവപ്രിയ. ഓ, ഷാഹിദ് ഫാൻ. ഓക്കെ, ഷാഹിദ്. ഷാഹിദിന്റെ പേരാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഓ, നിന്നെ എന്തൊരു ഇഷ്ടമാണ് എല്ലാവർക്കും. ഈ ചെണ്ടയാണോ അവിടുത്തെ? ചെണ്ട ഷാഹിദ്, നല്ല പേര്. പറഞ്ഞോ ഷാഹിദ്, പറഞ്ഞോ. ആരും ഒന്ന് പൊട്ടിപ്പോ. പേര് പറഞ്ഞോ, പേര് പറഞ്ഞോ. ഓ, 108 ഒന്ന്. അല്ല അല്ല അല്ല, 108 അല്ല. അതെങ്ങനെയാ നിനക്ക് 108 എന്ന് പറയുന്ന നമ്പർ കിട്ടി? നിനക്ക് എങ്ങനെ 108 കിട്ടി? 108 ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നീ എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്കറിയാം. പറഞ്ഞു. പറയ്, നിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കട്ടെ. പറയ്. 2, 4, 6 ഈവൻ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഗുഡ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാന് ഇവിടെ വെയിറ്റ്. വൺ, ടു, ത്രീ. ഓക്കെ, എനിക്ക് ഒരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു 3 ഡിജിറ്റ് ഈവൻ നമ്പറിന്റെ ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിന്റെ ലാസ്റ്റ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഈവൻ ആയിരിക്കും, അല്ലേ? ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുത്തോ. ഇപ്പോൾ ഒരു എന്താണ് 1352 അല്ലേ? 1, 3, 5 ഒക്കെ എന്താ ഓടാണ്, ആയിക്കോട്ടെ. പക്ഷെ ലാസ്റ്റ് 2 എന്ന് പറയുന്ന നമ്പർ എന്താ? ഈവൻ ആണ്. സോ ഏതൊരു നമ്പർ എടുത്താലും അതൊരു ഈവൻ നമ്പർ ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാൽ മതി? ഈ പറയുന്ന 0, 2, 4, 6, 8 എന്ന് പറയുന്ന ഈ ഏതെങ്കിലും കേസസ് ആയാൽ മതി, അല്ലെ? അപ്പോൾ ലാസ്റ്റ് നമ്പർ, ഇത് എന്റെ ഫസ്റ്റ് ആള്, ഇത് സെക്കൻഡ് ആള്, ഇത് തേർഡ് ആള്. അങ്ങനെയാണെങ്കിൽ എന്റെ തേർഡ് കേസിൽ ഇവിടെ വരാൻ പാടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? മൂന്നാമത്തെ കേസില് 2, 4, 6 ഈ 3 പേരിൽ ആരെ വേണമെങ്കിലും വന്നാൽ മതി, അല്ലെ? അപ്പൊ ഞാൻ അവിടെ നിന്ന് കൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ലാസ്റ്റ് എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. 2, 4, 6 ആരെ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാം. സോ അത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഇവിടെയോ റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, റിപ്പീറ്റ് ആയാലും നോ പ്രോബ്ലം. സോ ബാക്കി ഏത് കേസ് ആണെങ്കിലും ഈ പറയുന്ന 1, 2, 3, 4, 5, 6 ആയാലും കുഴപ്പമില്ല, അല്ലെ? സോ എനിക്ക് ഇവിടെ ഉപയോഗിക്കുന്ന നമ്പറുകളുടെ എണ്ണം 6 ആണ്. അഗെയിൻ ഇവിടെയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആണ്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വന്നു? എന്ത് വരും ഷാഹിദ്? നിനക്ക് എങ്ങനെ കിട്ടിയേ? നിനക്ക് എങ്ങനെ കിട്ടിയത്? അയ്യോ, ദിവ്യ വിളിച്ചം വന്നാണോ എവിടെന്നെങ്കിലും 108 108 എന്ന് പറഞ്ഞ? അല്ല അല്ലേ? എങ്ങനെ കിട്ടിയത്? എക്സ്പ്ലെയിൻ. ഇത് എങ്ങനെ കിട്ടിയെന്ന് പറയേ. മറ്റേ ഏതോ സിനിമയിലുള്ള പോലെ. ഇതെങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ. ഇത് ഇങ്ങനെയാണോ നിനക്ക് കിട്ടിയത്? അത് നീ എവിടെ നിന്ന് നോക്കി എഴുതിയാണോ?
ബാക്കിൽ ചെയ്ത് നോക്കി. ഓക്കെ, 108 108 കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ്, ഗുഡ്. How many 5-digit telephone numbers can be constructed using these digits 0 to 9 if each number starts with 67 and no digits appears more than once? സിമ്പിൾ ആണ്. നമുക്കൊരു 5-digit ടെലിഫോൺ നമ്പർ ആണ് വേണ്ടത്. എന്താണ്? 1 2 3 4 5. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് തോന്നും. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, എന്നിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന 5 സ്ഥലത്ത് നമുക്ക് നമ്പേഴ്സ് ഫില്ല് ചെയ്യണം. ഒരു 5-digit ടെലിഫോൺ നമ്പറാണ് വേണ്ടത് അല്ലേ? സോ ഹലോ ഹലോ കേൾക്കുന്നുണ്ട് അല്ലേ? സോ ആദ്യം എനിക്ക് 6ഉം 7ഉം കഴിഞ്ഞു. പിന്നെ എനിക്ക് ആര് ഉപയോഗിക്കാൻ പറ്റും? പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ 0 മുതൽ 9 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 0 മുതൽ 9 വരെ 10 ഡിജിറ്റ്സ് അല്ലേ? 0 1 2 3 4 5 6 7 8 9 10 ഡിജിറ്റ്സ് ഉള്ള. അതിൽ 6ഉം 7ഉം ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10 - 2 8 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? ഇനി എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ, അപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുടെ എണ്ണം 1 ഇവിടെ ഉപയോഗിക്കുന്ന ആളുടെ എണ്ണം 1. ഇവിടെ 1. ഇവിടെ എന്താ? 8 പേര് ഉപയോഗിക്കാൻ പാടും. പിന്നെ അടുത്തതോ, നെക്സ്റ്റോ? നോ ഡിജിറ്റ്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഒരാൾ മീൻസ് ഒരു തവണ വന്ന ആൾ വീണ്ടും വരാൻ പാടില്ല അല്ലേ? അപ്പോ നെക്സ്റ്റ് കേസിൽ എത്രയായിരിക്കും? നെക്സ്റ്റ് കേസിൽ എത്രയായിരിക്കും? 7 പേര്. കറക്റ്റ്, 7 പേരാണ്. എഗെയിൻ ലാസ്റ്റ് കേസിൽ 6 പേര്. ഉപയോഗിച്ച ആൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വന്നു. പിന്നെ എല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്ത് വരും? 1 × 1 × 8 × 7 × 6. എത്രയാ വരാ? 336. 336 കറക്റ്റ്. ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സെൽവകുമാർ ക്ലിയർ ആയോ? അമൽ ഷാജി, അഭിറാം, വിസ്മയ, ദെൻ സച്ചിൻ, ആഗ്നസ്, ശ്രീരാജ് ക്ലിയർ ആയോ? A coin is tossed 3 times and the outcomes are recorded. How many possible outcomes are there? നിങ്ങൾ ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും. 10th പഠിച്ചിട്ടുണ്ടാവും. A coin is tossed 3 times. 3 തവണ ടോസിങ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവും അവിടെ?
ഫിക്സ് ആണോ? ദാ എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. 3 തവണ ടോസ് ചെയ്യാണ്. യെസ്. അതെങ്ങനെയാ വരാ? 27 ശരി. വൈഗ എങ്ങനെ വരാ? അതെ അതെ അതെ. എന്നിട്ട് യെസ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞ അത്ര 2 into 2 into 2 8. ക്ലിയർ ആയോ? അതായത് ഒരു തവണ അതായത് ടോസ് ചെയ്യാണ്. 3 തവണ ടോസ് ചെയ്യാണ്. ഫസ്റ്റ് ടോസ് ചെയ്തപ്പോൾ സെക്കൻഡ് ടോസ് ചെയ്തപ്പോൾ ഇവിടെ എന്താ? ഹെഡ് ഓർ ടെയിൽ വരാം. ക്ലിയർ? നെക്സ്റ്റ് വൺ. How many 4-letter code can be formed using the first 10 letters of the English alphabet if no letter can be repeated? How many 4-letter code can be formed using the first 10 letters of English alphabet if no letter can be repeated? Okay, ചിന്മയ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഓക്കെയാണോ? ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടമായി അല്ലേ? അപ്പോൾ അതിന്റെ ആൻസർ എന്ത് വരും? യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, അതെങ്ങനെയാ വരുന്നേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഹലോ, ഹായ്. ചിന്മയുടെ ഫസ്റ്റ് ക്ലാസ് ആണോ? ഓഹോ, ഓക്കെ ഓക്കെ. ഞാൻ ഈ ഫേസ് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, എവിടെയാ വീട്? എവിടെയാ ചിന്മയുടെ? പാല, കോട്ടയം. ഓക്കെ. സോ ഈ ചാപ്റ്റർ സ്കൂളിൽ എടുത്താണോ? ഇല്ല. ഓക്കെ, പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ല. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് ആൻസർ ഒന്നുമല്ലോ. ഇനി ഇതിലും പെട്ടെന്ന് ക്ലിക്ക് ആവാറുണ്ടല്ലേ? ഓക്കെ, ഞാൻ ഇതിൽ ഫാസ്റ്റ് ആൻസർ, ബട്ട് ഇന്ന് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, ഹൗ മെനി 4 letters ക്യാൻ ബി? അതായത് ഒന്നുമില്ല, ഫസ്റ്റ് 10 letters ഉണ്ടെന്ന് ഓൾറെഡി പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് 10 letters ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് 4 letter ഉള്ള ഒരു കോഡാണ്. നമുക്ക് 4 letter ഉള്ള ഒരു കോഡ്. 1 2 3 ഫസ്റ്റ് എനിക്ക് അവരെ 10 പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? നെക്സ്റ്റ് എൻ്റെ കയ്യിൽ 9 പേരുണ്ട്, നെക്സ്റ്റ് 8 പേരുണ്ട്, നെക്സ്റ്റ് 7 പേരുണ്ട്. ഉപയോഗിച്ച ആളെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. സോ നമുക്ക് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ആൻസർ എന്ത് വരും? 1040 എന്ന് പറയുന്ന നമ്പർ ആയി. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇതുപോലത്തെ പ്രോബ്ലം എന്തായാലും ചോദിക്കും ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ പെർമ്യൂട്ടേഷനിലോട്ട് കിടക്കാണ്. എന്താണ് പെർമ്യൂട്ടേഷനിലോട്ട് കിടക്കാണ്.
പെർമ്യൂട്ടേഷൻസ്. എ പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ എ definite order of a number of objects taken some or all at the time. അതായത് ഒന്നുമില്ല, സംതിങ് എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ, ഓക്കെ, എന്തെങ്കിലും സാധനം അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി പെർമ്യൂട്ടേഷൻ ഒന്നും ചോദിക്കില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നിട്ട് അറേഞ്ച് ദി ലെറ്റേഴ്സ് അല്ലെങ്കിൽ അറേഞ്ച് സംതിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അറേഞ്ച് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതെന്താ, പെർമ്യൂട്ടേഷനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. പെർമ്യൂട്ടേഷൻ ബ്രാക്കറ്റിൽ അറേഞ്ച്മെന്റ് എന്ന് എഴുതി വെച്ചു, അറേഞ്ച് ചെയ്യുക, സംതിങ് അറേഞ്ച്. അപ്പോൾ ഞാൻ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ എന്താ, ദ ഓർഡർ ഓഫ് റൈറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പ്രൂഫ് കാണിച്ചു തരാം. അതിന് മുൻപ് ഈ പെർമ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് the number of permutations of n different objects taken are at a time where are in between 0 and n, the objects do not repeat is equation ആണ് NPR. പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ ആണ് NPR. മുകളിൽ n എഴുതുക, ഒരു P ക്യാപിറ്റൽ ആയിട്ട് എഴുതുക, അതിന് താഴെ എന്താണ് R എഴുതുക. ഇതാണ് NPR എഴുതേണ്ട പൊസിഷൻ. NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ ഇക്വേഷൻ എന്താ, n ഫാക്ടോറിയൽ ബൈ ഇക്വേഷൻ അറിയോ ആർക്കെങ്കിലും? n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് സാധനം അല്ലേ? ഇനി ആദ്യം അതിലോട്ട് പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞ ഫാക്ടോറിയൽ നൊട്ടേഷൻ. ദ നൊട്ടേഷൻ n ഫാക്ടോറിയൽ എങ്ങനെ റീഡ് ചെയ്യുക, n ഫാക്ടോറിയൽ, എന്നിട ഒരു എക്സ്ക്ലമേറ്ററി സൈൻ പോലെ ഇടുക. n ഫാക്ടോറിയൽ represent the product of the first n natural numbers. അതായത് 10 നാച്ചുറൽ നമ്പർ, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് ഏതാ, 1 2 3 4 5 6 7 8 9 10. ഈ 10 പേരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 1 × 2 × 3 × 4 × അങ്ങനെ 10 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ 10 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതിന്റെ മീനിങ് എന്താ, 1 × 2 × 3 × 4 × 5 അങ്ങനെ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 × 2. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6. ഇങ്ങനെയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന സംഭവം. നമുക്ക് നോക്കാം എന്താ. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 × 2 × 3 × 4 × എക്സെട്ര n മൈനസ് 1 × n. n തൊട്ട് മുൻപുള്ള നമ്പർ ആണല്ലോ n മൈനസ് 1. ഓക്കെ, ഇനി എന്താ ഓരോ കേസ്. 1 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 1 × 2 ആണ്. 3 ഫാക്ടോറിയൽ 1 × 2 × 3 ആണ്. 4 ഫാക്ടോറിയൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും, 1 × 2 × 3 × 4. സോ ഒരു കാര്യം, 0 ഫാക്ടോറിയൽ ഈസ് നോട്ട് ഈക്വൽ ടു 0. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതും നോട്ട് ചെയ്തു. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 1 × 2 × 3 × എക്സെട്ര എന്താ n മൈനസ് 1 × n. n ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതാണ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിയണം, ഫാക്ടോറിയൽ എന്താണെന്ന് അറിയണം. ഇനി നോക്കാം, n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം, n × n മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതാം. വേണമെങ്കിൽ n × n മൈനസ് 1 × n മൈനസ് 2 ഫാക്ടോറിയലിന് എഴുതാം. n × n മൈനസ് 1 × n മൈനസ് 2 × n മൈനസ് 3 ഫാക്ടോറിയലിന് എഴുതാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് 6 ഫാക്ടോറിയലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 6 × 5 × 4 × 3 × 2 × 1 എന്ന് എഴുതുന്നു ആണല്ലോ. സോ അതായത് എൻ്റെ n എന്ന് പറഞ്ഞാൽ അവിടെ 6 ആണ് കേട്ടോ. n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ജനറൽ കേസ് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് 6 ഫാക്ടോറിയലിന് എഴുതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കുക, n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n × n എന്താ 6. ഇനി 1 മുതൽ 5 വരെയുള്ള ആളെ നമുക്ക് എന്ത് പറയാം, 5 ഫാക്ടോറിയൽ എന്ന് പറയാം അല്ലേ.
1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്താ 5 ഫാക്ടോറിയൽ ആണ്. സോ 5 എന്ന് പറഞ്ഞാൽ എന്താ n-1 ആണല്ലോ. കണ്ടോ? n ഫാക്ടോറിയൽ മീൻസ് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചത്. 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 6 എന്താ n ആയിട്ട് കമ്പയർ ചെയ്താൽ ഒന്ന് ഇത് ചെയ്താൽ നമുക്ക് എന്താ 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഇൻറ്റു ബാക്കി 1 മുതൽ 5 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറയും ഇതിനെ 5 ഫാക്ടോറിയൽ എന്ന് പറയും. 5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n 6 ആണെങ്കിൽ n-1 ആണ് 5. സോ n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഇതാ എഗെയിൻ എനിക്ക് n ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ സെയിം എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. n ഫാക്ടോറിയൽ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. n ഇൻറ്റു ഇനി ഇതാ ഇവിടെ നോക്കാം. n ഇൻറ്റു n-1 ഇൻറ്റു n-1 എന്താ 5 ആണ്. ഇനി 1 മുതൽ 4 വരെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 ആണല്ലോ n-2. കണ്ടോ? അത് നമ്മുടെ നീഡ് അനുസരിച്ച് എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കാണിച്ചു വയ്ക്കുന്നു. ക്ലിയർ? അപ്പൊ n ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താ സിമ്പിൾ ആയിട്ട് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി ഈ n-1 ഫാക്ടോറിയലിനാണ് എന്ത് ചെയ്യുന്നത് n-1 ഇൻറ്റു n-2 ഫാക്ടോറിയലിനാക്കുന്നത്. ഇനി ഈ n-2 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെ അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ക്ലിയർ? അയാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ നീഡ് എന്താണോ നീഡ് വരുന്ന കേസുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ നീഡ് വരുന്ന കേസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ? ഇങ്ങനെ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. സോ പെർമ്യൂട്ടേഷൻ അവിടെ നിൽക്കട്ടെ. സോ ഫാക്ടോറിയൽ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് കേസ് നോക്കാം. എന്താ evaluate the value then 7 factorial minus 5 factorial. സോ ഇനി നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുകയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ ഉണ്ടാകും സാധനം ഫാക്ടോറിയൽ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എടുക്കുക. സോ അതിൽ ഒരു ആരോ കണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോ അത് ഇപ്പോൾ ദെൻ സംശയം ഉണ്ടെങ്കിൽ അല്ല 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ അറിയാലോ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 അതായത് 6. 4 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 24. അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്ത് ഈ വാല്യൂ കിട്ടണമെന്ന് നോക്കി. കിട്ടിയോ? ഫാക്ടോറിയൽ കണ്ടുപിടിച്ചോ? കാൽക്കുലേറ്റർ എടുക്കുക. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. യെസ്, സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതണം എന്നുള്ളൂ. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി, തെറ്റിക്കണ്ട. ഓക്കെ. സോ ഈ 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചോളൂ. 7 ഫാക്ടോറിയൽ എത്രയാ? എത്രയാണ്? 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1040 ആണ്. മൈനസ് 5 ഫാക്ടോറിയലോ 120. അപ്പോൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തോളൂ. 4920. കറക്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ രണ്ടിലും 5 ഫാക്ടോറിയൽ ഉണ്ടാവും അല്ലേ? നോക്കാം. 7 ഫാക്ടോറിയൽ നിന്ന് 5 ഫാക്ടോറിയൽ പോയ എന്താ 2 ഫാക്ടോറിയൽ ആണോ? അല്ല. 7 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ആണല്ലോ. നോക്കി, 5 ഫാക്ടോറിയൽ മീൻസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. സോ ഇവിടെ എന്താ 7 ഇൻറ്റു 6 മൈനസ് 1. 5 ഫാക്ടോറിയൽ 42 മൈനസ് 1 41. 5 ഫാക്ടോറിയൽ നമുക്കറിയാം 120 ആണ്. 120 ഇൻറ്റു 41. കണ്ടോ? ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ ആയോ? കാൽക്കുലേറ്ററിൽ ഫാക്ടോറിയൽ ഇല്ലല്ലോ. ഉണ്ട്. ഏത് കാൽക്കുലേറ്ററാ?
സയന്റിഫിക് ആണോ? കിട്ടി? കിട്ടി, ഓക്കെ. ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ക്ലർക്സ് ടേബിൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നീല കളർ ബുക്ക് ഉണ്ടോ? ഇല്ല. ഇല്ല. ഞങ്ങളുടെ എക്സാമിന് ഞങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് അതൊന്നും പരിചയമില്ല. അതായത് ഒരു ചെറിയ ബുക്ക്, നമ്മുടെ ചെറിയ ഡിക്ഷണറി അല്ലല്ലോ, ചെറിയൊരു ബുക്ക്, ഇപ്പൊ ഒരു പാസ് ബുക്ക് ഒക്കെ പോലത്തെ കൈൻഡ് ഓഫ് ആ ഒരു ബുക്ക്. അതില് എന്തൊക്കെയാണെന്നറിയോ? ഈ ഫാക്ടോറിയൽസ്, അത് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ വാല്യൂസ് അല്ല, ഇക്വേഷൻസ്, എല്ലാത്തിന്റെ ഇക്വേഷൻസ് അതിലുണ്ടാവും. പിന്നെ നമ്മുടെ കെമിസ്ട്രിയിലെ ഫിസിക്സിലൊക്കെ ഡെഫിനിഷൻസ് ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൊളാരിറ്റി, അതേപോലെ ദെൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മേ ബി എക്സാമിന് ചോദിക്കുന്ന ഏതെങ്കിലും 1 വേർഡോ 2 വേർഡോ ഏതെങ്കിലുമൊക്കെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. അപ്പൊ അതിൽ നോക്കി അതൊക്കെ ഇരുന്നത്, വേറെ ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. ടൈം പാസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കലാപം. നിങ്ങൾക്ക് അതൊന്നുമില്ല, ക്ലർക്സ് ടേബിൾ ഒന്നുമില്ല. അതിൽ വേറെ കുറെ വാല്യൂസ് ഇക്വേഷൻസ് ഒക്കെയാണ്. ഇനി പിള്ളേര് അത് പഠിക്കും. ഏത് പഠിക്കും? ക്ലാരാസ് ടേബിൾ അല്ലടോ, ക്ലർക്സ് ടേബിൾ. CLAR, ക്ലർക്സ് ടേബിൾ. എൻ്റെ ചേച്ചി യൂസ് ചെയ്ത ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. യെസ്. മാത്സിൽ കെമിസ്ട്രിയോ? മാത്സിൽ കെമിസ്ട്രി എന്നല്ല, അതായത് അത് സയൻസ് ബുക്കാണ്. നിങ്ങൾക്ക് മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ബയോളജി ഇല്ലെന്ന് തോന്നുന്നു. ഈ 3 സബ്ജക്റ്റിന്റെയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇപ്പോഴേക്ക് ഓർമ്മ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ അതിലുണ്ട്. കേട്ടല്ലേ ആ സാധനമൊക്കെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കേട്ടല്ലേ? ഓക്കെ, ആരോട് പറയാൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. if ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നോർമൽ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ത്രൂ ചെയ്താൽ അത് കുറച്ച് ലോങ് വേ ആണ്. സോ നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നോർമലായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലാണ് എന്ത് x/8 ഫാക്ടോറിയൽ ഉള്ളത്. അവിടെ എക്സ് മാത്രമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ലെഫ്റ്റ് ആളെ എഴുതിയാൽ മതി അല്ലേ? സോ താഴെ x/8 ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? താഴത്തെ 8 ഫാക്ടോറിയൽ കളഞ്ഞാൽ എനിക്ക് അവിടെ എക്സ് മാത്രമായിട്ട് കിട്ടും. സോ താഴത്തെ 8 ഫാക്ടോറിയൽ കളയാൻ വേണ്ടി ഞാൻ അവിടെ എന്ത് ചെയ്യണം? എന്ത് ഓപ്പറേഷൻ ചെയ്യണം? x/8 ഫാക്ടോറിയൽ ആണ്. ആ ബൈ 8 ഫാക്ടോറിയൽ കളയണമെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് ആലോചിക്കുക. അതിൽ വലിയ ഇതൊന്നും വേണ്ട, ഫാക്ടോറിയലിന്റെ ഇതൊന്നും വേണ്ട. യെസ്, കറക്റ്റ്. എന്താ, മുകളിൽ 8 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 8 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ ഡിവൈഡ് ചെയ്ത് 8 ഫാക്ടോറിയൽ പൊക്കോളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി ഒരു കാര്യം, ഒരു സൈഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? മറ്റ് സൈഡുകളും ചെയ്യേണ്ട വരും. അതാണല്ലോ ഈക്വൽ ടു, ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരെയും 8 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എന്ത് വന്നു? 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ, 8 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് എന്ന് വന്നു. ഇനി 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ?
എന്താണ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8 കേട്ടാ. ഇവിടെ ഞാൻ എൻ്റെ നീഡ് എന്താ ഇവിടെ n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ ആണല്ലോ. 8 ഫാക്ടോറിയലിന് ഞാൻ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയലിന് എഴുതി. കണ്ടോ, മനസ്സിലായോ? നമ്മുടെ നീഡ് അനുസരിച്ച് എഴുതാം. അതെന്തിനാ അങ്ങനെ എഴുതിയേ? എനിക്ക് താഴത്തെ 6 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ, 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതുകയാണെങ്കിൽ 8 ഫാക്ടോറിയലിനെ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ 6 ഫാക്ടോറിയലും മുകളിലെ 6 ഫാക്ടോറിയലും കളയാൻ പറ്റും. ഇനി ഇവിടെ എന്താ, ഈ 8 ഫാക്ടോറിയലിനെ എനിക്ക് 6 ഫാക്ടോറിയലാക്കി എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്താ, 8 ഇൻറ്റു 7 ഫാക്ടോറിയലിന് എഴുതിയാൽ മതി. ജസ്റ്റ് n ഇൻറ്റു n-1 ഫാക്ടോറിയലിന് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാൽ എന്താ, 7 ഫാക്ടോറിയൽ പൊക്കോളും. കണ്ടോ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? മുകളില് 7 ഇൻറ്റു 8 പ്ലസ് 8 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അതായത് 8 ഇൻറ്റു 7 സാർ 56 പ്ലസ് 8 ഈക്വൽ ടു എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താ, 64 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഈ ഒരു പ്രോബ്ലം ഓക്കെയാണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. കമന്റ്. നിജിൽ, ബിബിൻ, ക്ലിയർ ആയോ? ബേസിൽ, അമൽ, അഭിറാം, വിസ്മയ, റുമൈസ, സെൽവകുമാർ, ചിന്മയ, ക്ലിയർ ആയോ? അതെങ്ങനെ, ചെവി അടിച്ചു പോയോ? കറണ്ട് പോയപ്പോ കേട്ടില്ല. ഓ, നെറ്റ് പോയതാണോ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐശ്വര്യക്ക് നാളെ ഏതൊക്കെ എക്സാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ? ഓക്കെ. ആ, ഓക്കെ. ദേവപ്രിയ പഠിച്ചു കഴിഞ്ഞോ?
ജിയോബ്രിക്ക് എന്ത് കെമിസ്ട്രി ആണെന്നോ? കെമിസ്ട്രി ആണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? 1, 2, 3 പഠിച്ചു കഴിഞ്ഞു. വന്നിട്ട് പഠിക്കാണ്ട് ബാക്കിയൊക്കെ പഠിച്ചോ? ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചോ? ആ എന്നാ ബോർ മോഡലിന്റെ 2 ലിമിറ്റേഷൻസ് പറഞ്ഞു അവിടുത്തെ. ഓക്കെ. ഒരു എന്താ നമ്മുടെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഇക്വേഷൻസ് ഡെഫിനിഷനെ പഠിച്ചല്ല, ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെയാണോ? ഓഹോ, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ശരി. എന്നാ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്ര ഏതൊക്കെയാ? ഇത് ഫസ്റ്റ് ചാപ്റ്ററാ? ഇത് ഫസ്റ്റ് ചാപ്റ്റർ. ഇത് സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രം, ബോർ മോഡൽ ഒക്കെ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? അത് സെക്കൻഡ് ചാപ്റ്റർ ആണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് എടുത്തേ, അതായിരിക്കും. സ്ട്രക്ചർ ഓഫ് ആറ്റം സെക്കൻഡ് എടുത്ത. ഓക്കെ ബെസ്റ്റ്. അതൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് തുറന്നു നോക്കട്ടാ. പേടിക്കണ്ട പേടിക്കണ്ട, ധൈര്യം. ഓക്കെ ഓക്കെ, ശരി. ഇനി ആരാ? മുഹമ്മദ് ഹിലാലിന് നാളെ ഫിസിക്സ് ആണ്. മുഹമ്മദ് ഹിലാലിന് 2 ഫിസിക്സ് ആയിരിക്കും. മുഹമ്മദ് ഹിലാലിന് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്? 1, 2, 3. സോ ചോദിക്കാം. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? ക്യാപിറ്റൽ എച്ച്. ഓഫ്, ഇങ്ങോട്ട് എറിയാണ് ഇങ്ങോട്ട്. പിന്നെന്തൊന്ന് ചോദിക്കാം. ബാങ്ക് റോഡിന്റെ ഇക്വേഷൻ അറിയാലോ? ബാങ്ക്ഡ് റോഡിന്റെ ഇക്വേഷൻ അറിയാലോ? ബാങ്ക്ഡ് റോഡില്ലേ? നിങ്ങൾ ആരും കേട്ടില്ലേ ബാങ്ക് റോഡിന്റെ ഇക്വേഷൻ? ഈശ്വര. ഓക്കെ, അത് വിട്. വേണ്ട, നിങ്ങളുടെ കോൺഫിഡൻസ് കളയാലോ. നിങ്ങൾ പഠിച്ചു. അതൊന്ന് പഠിച്ചു വെച്ചോട്ടാ. ബാങ്ക് റോഡിന്റെ ഇക്വേഷൻ റൂട്ട് ആർജി ടാൻ പോടാർന്നു. ആർജി ടാൻ തീറ്റ എന്ന് പറയുന്നത്. അതെടുക്കാണ്ട് ആ ചാപ്റ്റർ എടുക്കും. അത് 4th ചാപ്റ്റർ ആണ്. എന്തായാലും അത് 4th ചാപ്റ്റർ ആണ്. സോറി, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. വെറുതെ അല്ല, നിന്റെ ഭാഗത്താണ് ശരി. സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ. തേർഡ് ചാപ്റ്ററിന്റെ പേരെന്താ? മോഷൻ എ പ്ലെയിൻ. ഓക്കെ. ഒരു ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്നാൽ നിനക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ഓക്കെ, അത്രേ ഉള്ളൂ. അറിയാൻ പറ്റും. ഓക്കെ. ഇതപ്പൊ ഭാനുമതിക്ക് ഇന്ന് ഫിസിക്സ് ആയിരുന്നു. അപ്പൊ ഭാനുമതി എന്ത് ചെയ്യാ, ഇന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആൻസർ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുക. ഏതൊക്കെയാണ് ഭാനുമതിക്ക് ഇന്ന് വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്? കേട്ടോ, ഫിസിക്സ് ഉള്ളവർ കേട്ടോ. ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, ദെൻ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ചോദിച്ചു. ദെൻ ഉണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ ഉണ്ടായുള്ളൂ. ഓക്കെ. എനിക്ക് ഫിസിക്സ് എക്സാം ടഫായിരുന്നു, സെൽവകുമാറിന്. ഓക്കെ. വേറെ ആരും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം തരും, ഒരു വെക്കേഷൻ തരും? സെൽവകുമാർ പറഞ്ഞോളൂ. ഏതൊക്കെ ക്വസ്റ്റ്യനാ വന്നത്? ഞാൻ മറന്നുപോയി.
എടാ ഒന്ന് പറയടാ സമയങ്ങൾ. ആ അവനൊന്നും ഓർമ്മയില്ല. ഗ്രാഫ്. ഓക്കെ, അവനൊന്നും ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, നിന്റെ ഓർമ്മയിലുള്ള പറഞ്ഞു. ഇനി മാത്സ് എക്സാം ചിന്മയ്ക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു? 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, ദെൻ സിമ്പിൾ ആയിരുന്നു? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എക്സാം ആണ് നിങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ എക്സാം ആണല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൽ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് മീൻസ് ഇപ്പോൾ അവർക്കറിയില്ല പല സ്കൂളിൽ നിന്ന് വന്ന പല കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് ഈ ഒരു മാർക്ക് വെച്ചായിരിക്കും. അതായത് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എവിടം വരെ ഏത് ലെവലിൽ വരെ പോകാൻ പറ്റും, ഇത്രയും ഫുൾ എ പ്ലസ് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളെ ലെവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത് എന്താ ഈ ഒരു മാർക്കിന്റെ ബേസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നെടുത്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് പ്രോബ്ലം. ഓക്കെ, സോ 12 ഫാക്ടോറിയലിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഫാക്ടോറിയലിന് എഴുതാൻ പോവാണ്. ഓക്കെ, സോ ബാക്കി നിങ്ങൾ 12 ഫാക്ടോറിയലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് പരിപാടിയാണ്, അത് ചെയ്യണ്ട. സോ ഇനി താഴെ 10 ഫാക്ടോറിയലിന് ഞാൻ എന്ത് ചെയ്യുന്നു? 10 ഫാക്ടോറിയൽ എന്ന് തന്നെ എഴുതുന്നു. ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ആണ്. അത് ഞാൻ ഇങ്ങനെ എഴുതാണ്. 10 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി. ബാക്കി നമ്മുടെ കയ്യിൽ 1 ഇൻറ്റു 2 ഉണ്ട്. 2 എന്താ? 12 6 ടൈംസ് ആണ്. മുകളിൽ 6 ഇൻറ്റു 11, താഴെ 1. സോ 6 ഇൻറ്റു 11 ഈസ് 66. 66 ബൈ 1 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 66 എന്ന് കിട്ടി. കണ്ടോ? സിമ്പിളാണ്. ഈ ഒരു ഇക്വേഷൻ കൂടി എഴുതി വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് അടുത്ത ദിവസം ചെയ്യാം. ഇതാ എൻ പി ആർ എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ ആണ്. എൻ പി ആർ ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താ?
0 മുതൽ n വരെ n ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ, എന്തായിരിക്കും? n ആണ് വലിയ വാല്യൂ. 6 n-നേക്കാൾ ഓൾവേസ് ചെറുത്, ഈക്വൽ ഓർ ചെറുതായിരിക്കും. കണ്ട, 6 എന്ന് പറയുന്നത് 0-യും n-ഉം ഈ രണ്ടുപേരുടെയും ആളുടെ ഇടയിലായിരിക്കും. ഇനി r ഈക്വൽ ടു n ആണെങ്കിൽ എന്താ ഇക്വേഷൻ കൊടുക്കുക? r ഈക്വൽ ടു n ആണെങ്കിൽ നമുക്ക് എന്താ n താഴെ ഇക്വേഷനിലെ n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ എന്ന് എഴുതാം. n മൈനസ് n എന്താ 0 ഫാക്ടോറിയൽ എന്താ 1. അപ്പൊ n ഫാക്ടോറിയൽ തന്നെ വരും. കേസുകൾ np0 r-ന് പകരം 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. സോ ഇത് ക്ലിയർ ആണോ? ഇന്നെടുത്ത ടോപ്പിക്സ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ട്രിഗണോമെട്രിക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് മാത്സിൽ എന്തെങ്കിലും ഡൗട്ട്, എക്സാം ഉള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുക. ഇന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഇല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ എക്സാം ആക്ടിവേറ്റ് ആണ്. എല്ലാവരും എക്സാം എഴുതാം കേട്ടോ. എക്സാം ആക്ടിവേറ്റ് ആണ്, എക്സാം എഴുതുക. ഈ സ്ലൈഡ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. സോ എക്സാം ആക്ടിവിറ്റി ആണ്, എക്സാം എഴുതാം. പഠിക്കാനാണ് ഞാൻ നിർത്തിയത് നേരത്തെ ക്ലാസ്. ഞാൻ പോയിരുന്നു പഠിച്ചു. ആ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കൂ. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു, ബട്ട് മാർക്സ് വരെ. ഇന്നത്തെ ആണോ? വിസ്മയ, ചിന്മയ, എന്ത് പറ്റി? അത് ചെയ്ത് നോക്കിയിട്ട് കുത്തിക്കോളൂ. PSC എക്സാം പോലെ കുത്തരുത്. ഓക്കെ ഓക്കെ, നാളെ കഴിഞ്ഞ് മാത്സ് തന്നെയാണ്. അപ്പം നമുക്ക് നാളെ കഴിഞ്ഞ് നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. സോ